സമയത്ത് നമ്മൾ ഓരോ ആൾക്കാരെ കാണാൻ നേരത്ത് നമ്മുടെ മൈൻഡ് അറിഞ്ഞോ അറിയാതെ അവരെ ജഡ്ജ് ചെയ്യാറുണ്ട്. അവരിട്ടിരിക്കുന്ന ഡ്രസ്സ് അല്ലെങ്കിൽ അവരുടെ അപ്പിയറൻസ് ഒക്കെ നോക്കിയിട്ട് അവർക്ക് കുറേ ട്രേറ്റ്സ് കാണും, ഇന്ന ക്യാരക്ടർ കാണുമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ അവരുടെ മേത്തേക്ക് അടിച്ചേൽപ്പിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത ഒരാളാണ് കണ്ണടയൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ ക്ലാസ്സിലോട്ട് വന്നെങ്കിൽ നിങ്ങൾ എന്താ പറയുന്നത്? അവൻ പഠിപ്പിക്കാൻ തോന്നുന്നു കേട്ടോ, അവൻ ബുജ്ജിയാണ് കേട്ടോ, അങ്ങനെയൊക്കെ ആയിരിക്കും പറയുന്നത്. മറിച്ച് ഇങ്ങനെ ഡ്രസ്സ് ഇട്ട ഒരാളാണ് നിങ്ങൾ ക്ലാസ്സിലോട്ട് വന്നെങ്കിൽ നിങ്ങൾ പറയും എന്താ, പുള്ളി എനർജറ്റിക് ആണ് കേട്ടോ, സീനാന്നൊക്കെ ആയിരിക്കും നിങ്ങൾ പറയുന്നത്. അതേസമയം ഇങ്ങനെ കോട്ടി സ്യൂട്ടൊക്കെ ഇട്ട് ഇങ്ങനത്തെ ഒരാളാണ് നിങ്ങൾ ക്ലാസ്സിലോട്ട് വന്നെങ്കിൽ നിങ്ങൾ എന്താ പറയുന്നത്? ഓ ജെന്റിൽ മാൻ, കൈൻഡ്, അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇത് മൂന്നും ഓരോ ആൾക്കാർ തന്നെയാണ്. അവരുടെ എക്സ്റ്റേണൽ അപ്പിയറൻസിന്റെ ബേസിലാണ് നിങ്ങൾ ഇത്രയും ട്രേറ്റ്സ് ഒക്കെ ഇവർക്ക് കൊടുത്തിരിക്കുന്നത്. മനുഷ്യർക്ക് ട്രേറ്റ്സ് കൊടുക്കുന്ന പോട്ടെ, ജീവനില്ലാ സാധനങ്ങൾക്ക് ട്രേറ്റ്സ് കൊടുക്കാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ സ്കൂളിലൊക്കെ പഠിക്കാൻ നേരത്തെ ബോയ്സ് ഒരു സൈഡിലും ഗേൾസ് ഒരു സൈഡിലും ആയിരിക്കില്ല. എന്നിട്ട് ഞങ്ങളുടെ സൈഡിൽ ഇപ്പോൾ ഞങ്ങളുടെ ഈ പെൻസിലും റബ്ബർ സ്കെയിലും അത് ഇതൊക്കെ കാണും. ഒരുത്തനുണ്ട്, അവൻ എന്തിരുന്നാൽ പോലും ഞങ്ങളുടെ ഒരു സാധനം ചോദിക്കത്തില്ല. അവൻ്റെ ഉള്ളേ പോലും അവൻ അപ്പുറത്തിരിക്കുന്ന 10 മീറ്റർ മാറിയിരിക്കുന്ന പെണ്ണുങ്ങളോട് ആകുമ്പോൾ ചോദിക്കത്തുള്ളൂ. അത് ഞങ്ങളുടെ റബ്ബറിലെന്ന് ഞങ്ങൾ ചോദിക്കാൻ നേരത്തെ അവൻ പറയുന്നത് ഇതാ, അവളുടെ റബ്ബറിൻ്റെ മണം, അവളുടെ പെൻസിലിൻ്റെ സ്മൂത്ത്നെസ്, അവളുടെ സ്കെയിലിൻ്റെ എന്നൊക്കെ പറഞ്ഞ് ഇവൻ തുടങ്ങും. അപ്പിയറൻസിനെ ബേസ് ചെയ്തിട്ട് അയാൾക്ക് ഇന്ന ക്വാളിറ്റീസ് കാണും അല്ലെങ്കിൽ ആ ക്വാളിറ്റീസ് ഒന്നും കാണത്തില്ല എന്ന് നമ്മുടെ മൈൻഡിനെ തോന്നിപ്പിക്കുന്ന ഒരു ഫിനോമിനുണ്ട്. അതിനെ ഹാലോ എഫക്റ്റ് എന്ന് പറയും കേട്ടോ ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കലും ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യുക.